എന്നെന്നും തണലായി മാറും കണലിൽ ചെറുകൂടേറും ചിറകുന്നിട്ടേ നീളേ പറയാതെ രാകേഷ് സാറിന് എല്ലാവിധ ഹൈറും ബർക്കത്തും ഉണ്ടാവട്ടെ. ഓ ഗോഡ്, വീണ്ടും നിങ്ങളോ? ഹലോ ഗായ്സ്, നമ്മളെ രാകേഷ് സാറെ ബർത്ത്ഡേ ആണ്. എല്ലാവർക്കും ഒരുമിച്ച് വിഷ് ചെയ്ത് കേക്ക് കട്ടിയല്ലേ? മൂന്നാമത്തെ ബർത്ത്ഡേ ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ ടൈഫോയിഡ് പിടിപെട്ട് കിടക്കുകയായിരുന്നു. നിങ്ങളുടെ ശബ്ദം എന്നെ ഉണർത്തി. നിങ്ങൾക്കില്ലാത്ത ടൈഫോയിഡ് എനിക്കെന്തിന്? ഇവരെ ഞാൻ എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. ദയവ് ചെയ്ത് ഇനി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കുക. നമുക്ക് കേരളത്തിൽ വെച്ച് കാണാൻ. ഞാൻ പള്ള നാർന്നാലും തിന്നു. അവളൊരു മെന്റൽ പേഷ്യന്റ്. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. ദിസ് കുട്ടി ആൻഡ് യു കുട്ടി. അവ എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പോവാൻ വരട്ടെ, ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. നല്ല ശബ്ദം. നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. സാധനം കിട്ടിയേക്ക. ഒലക്ക ഉണ്ടാവില്ല കേട്ടോ. ഒരല് മതിയോ? വേണ്ട. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ത്രിവിക്രമിന് പോകാറായില്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തൊരു ഡിസിപ്ലിൻ. ഓ, അവന്റെ വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. இந்த കോഴിയെ பார்த்தாலே தெரியும் നല്ല ടേസ്റ്റ്. എനിക്ക് പ്രാന്താ. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ? തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരായിട്ടങ്ങ് തീർത്തു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ജി സർ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളാം അല്ലേ? ജോലി ഉണ്ടാവാന്നുള്ളതല്ലേ പ്രധാനം. അതെന്തായാലും എന്താ, ഉണ്ണുന്നത് ഒരു ജോലിയാ. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സൂപ്പർ ആയിരുന്നു. വൈൻഡപ്പ് ചെയ്യണേ. എല്ലാവരും അടുത്ത വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കാം. ബൈ.